നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കള്ളവോട്ട് ചെയ്ത 10 വിദേശ പൗരന്മാർ പിടിയിൽ. ചെന്നൈ, മധുര വിമാനത്താവളങ്ങളിൽ വെച്ചാണ് ശ്രീലങ്കൻ സ്വദേശികൾ ഉൾപ്പെടെയുള്ള വിദേശ പൗരന്മാരെ ഇമിഗ്രേഷൻ അധികൃതർ അറസ്റ്റ് ചെയ്തത്. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നതിന് പിന്നാലെയുണ്ടായ ഈ സംഭവം തമിഴ്നാട് ഭരണ രാഷ്ട്രീയ തലങ്ങളിൽ വലിയ കോളിളക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. പിടിയിലായ 10 പേരിൽ 4 സ്ത്രീകളും ഉൾപ്പെടുന്നു. രഞ്ജിനി, സർഫുദ്ദീൻ, നിലാന്തി, ജയന്തൻ, ചാർലി ബാലചന്ദ്രൻ, ചക്രവർത്തി ലോകപ്രിയ, സുനിത ചക്രവർത്തി എന്നീ ശ്രീലങ്കൻ പൗരന്മാർക്ക് പുറമെ UK സ്വദേശിയായ അയ്യദുരൈ, ഇന്തോനേഷ്യൻ സ്വദേശി ഡിറ്റിൻ മറിയട്ടി, കനേഡിയൻ പൗരനായ ജിതേന്ദ്രനാഥ് എന്നിവരുമാണ് ചെന്നൈയിൽ അറസ്റ്റിലായത്. യാത്ര തിരിക്കുന്നതിന് മുന്നോടിയായി വിമാനത്താവളങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് ഇവർ കുടുങ്ങിയത്. യാത്രക്കാരുടെ ചൂണ്ടുവിരലിൽ വോട്ട് ചെയ്തതിന്റെ മായാത്ത മഷിയടയാളം ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെട്ടതാണ് നിർണായകമായത്. വിദേശ പാസ്പോർട്ടിൽ യാത്ര ചെയ്യുന്ന ഇവരുടെ കൈവശം ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നൽകിയ വോട്ടർ തിരിച്ചറിയൽ കാർഡുകളും ഉണ്ടായിരുന്നു. വിദേശ പാസ്പോർട്ടുള്ളവർ ഇന്ത്യൻ വോട്ടർ ID കൈവശം വയ്ക്കുന്നത് രാജ്യത്തെ നിയമപ്രകാരം കുറ്റകരമാണ്. ഏപ്രിൽ 22 നടന്ന തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടർ പട്ടികയിൽ വ്യാപകമായ ശുദ്ധീകരണം നടത്തിയിരുന്നു. മരിച്ചവരും സ്ഥലം മാറിപ്പോയവരുമായ 74 ലക്ഷത്തോളം പേരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുകയും 27.5 ലക്ഷം പുതിയ വോട്ടർമാരെ ചേർക്കുകയും ചെയ്തുവെന്നാണ് ഔദ്യോഗിക കണക്കുകൾ. ഇത്രയും കർശനമായ നടപടികൾ ഉണ്ടായിട്ടും വിദേശികൾ എങ്ങനെ വോട്ടർ പട്ടികയിൽ കടന്നുകൂടിയെന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരിശോധനാ സംവിധാനങ്ങളുടെ ഗുരുതരമായ വീഴ്ചയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. പതിറ്റാണ്ടുകളായി തമിഴ്നാട്ടിൽ നിലനിന്നിരുന്ന ദ്രാവിഡ പാർട്ടികളുടെ കുത്തക അവസാനിപ്പിച്ച സുപ്രധാന തെരഞ്ഞെടുപ്പിലാണ് ഈ വൻ ക്രമക്കേട് കണ്ടെത്തിയിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. വിദേശ പൗരന്മാർക്ക് എങ്ങനെയാണ് വോട്ടർ ID ലഭിച്ചതെന്നും വ്യാജ വോട്ടർമാരെ ചേർക്കാൻ പിന്നിൽ മറ്റെന്തെങ്കിലും വലിയ റാക്കറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്നും അന്വേഷണ ഏജൻസികൾ പരിശോധിച്ചു വരികയാണ്. ഇവരുടെ യാത്രാരേഖകളും വോട്ടർ രജിസ്ട്രേഷൻ വിവരങ്ങളും പോളിംഗ് ഡേറ്റയും വിശദമായി പരിശോധിക്കുന്നുണ്ട്. കൂടുതൽ വിദേശികൾ സമാനമായ രീതിയിൽ വോട്ട് ചെയ്തിട്ടുണ്ടോ എന്ന കാര്യവും അന്വേഷണ പരിധിയിലുണ്ട്. വരും ദിവസങ്ങളിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കും ഇമിഗ്രേഷൻ അധികൃതർ ഈ വിവരങ്ങൾ കൈമാറും. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.